Hi friends, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എത്തിയിട്ടുള്ളത് ബാഡ് ഫ്ലവർ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് നമ്മളിതുപോലെ പ്ലാന്റ് ഹണ്ടിന് വേണ്ടി ഇറങ്ങി തിരിച്ചതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഒരു നല്ല ഭംഗിയുള്ള ഫ്ലവറാണിത്. കുറച്ച് വ്യത്യസ്തമാണ്. ഇതൊരു ഓർച്ചിഡ് വെറൈറ്റിയിലൊക്കെ പെടുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വിശേഷങ്ങളായി പോകാം. നമ്മൾ ഇവിടുന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി എത്തിയതാണ്. ഒരു കാട് പോലത്തെ ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒത്തിരി തരത്തിലുള്ള പ്ലാന്റ്സ് കിട്ടുന്നു. ഞാൻ എപ്പോഴും പ്ലാന്റ് ഹണ്ടിന് വരുന്ന പ്ലേസ് തന്നെയാണ്. ഒരു പുതിയ ഫ്ലവർ കണ്ടു, അങ്ങനെയാണ് വന്നത്. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ പക്ഷേ നല്ല കാട് പോലെന്ന പ്ലേസ് ആണ്. പണ്ട് നമ്മൾ ഈ ചെടി ഇവിടെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ പ്ലാന്റ് ആണെന്ന് ഇതുവരെ അറിയില്ലായിരുന്നു. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഇപ്പോൾ ഒത്തിരി പേര് നോക്കുന്നുണ്ട്. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിൽ നല്ലൊരു പ്ലാന്റ് ആയിട്ട് നമ്മളിതിനെ കൊണ്ടുവന്നുണ്ട്. അതിനാദ്യം കിഴങ്ങ് നമ്മൾ എടുക്കാൻ നോക്കിയപ്പോൾ അല്ലാതെ എടുക്കാൻ നോക്കിയപ്പോൾ കിട്ടിയില്ല. ഇവിടെ കുറച്ച് സിങ്കോണിയൊക്കെ ഉള്ള പ്ലേസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് പിന്നെ അങ്ങനെ കൈവച്ച് വലിച്ചെടുത്തപ്പോൾ അതിൻ്റെ കിഴങ്ങ് മാത്രം അവിടെ ആയിപ്പോയി. പിന്നെ നമുക്ക് ആ കിഴങ്ങും എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടാൻ വേണ്ടി നമ്മളതിനെ മൺവെട്ടി വീട്ടിൽ പോയി വീണ്ടും എടുത്തുകൊണ്ട് വന്നതാണ്. അങ്ങനെയാണ് നമ്മളിവിടെ കണ്ട വലിയ പ്ലാന്റിനെ കുറച്ച് ശ്രമപ്പെട്ട് ഞാൻ അകിലാണ് വലിച്ചിളക്കുന്നത്. അകിലിപ്പോൾ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അത് പക്ഷേ കുറച്ച് അല്പം നല്ല ഒന്ന് ബലം പ്രയോഗിച്ചാലേ വരും. നമ്മളല്ലാതെ വലിച്ചെടുക്കാൻ നോക്കിയാൽ അത് കിട്ടൂല നമുക്ക്. നല്ല രീതിയിൽ നമ്മൾ വലിച്ചെടുത്തപ്പം ഏകദേശം പ്ലാന്റ് ഇളകി വന്നിട്ടുണ്ട്. പ്ലാന്റിൽ നമുക്ക് ഒത്തിരി കിഴങ്ങായിട്ട് വലുതായിട്ടൊന്നും കിട്ടില്ല, പക്ഷെ നല്ല വേരിരുന്ന ഒത്തിരി തൈ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 10-15 തൈ ഉണ്ടായിരുന്നു. 2-3 ഏകദേശം 4-5 വലിയ തൈ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ കിട്ടി. പിന്നെ ഇവിടെ ഇത് ഈ ഒരു പ്ലാന്റ് അല്ല, ഇതിൻ്റെ വേറെയും വെറൈറ്റി ഉണ്ട്. പിന്നെ ഇൻഡോർ പ്ലാന്റ്സിൽ പുതിയ 2-3 വെറൈറ്റി കൂടെ കിട്ടി. അതെനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. പണ്ടൊരു വീഡിയോ ചെയ്തതിൽ ആ പ്ലാന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് ഈ പ്ലാന്റിൻ്റെ ബാക്കി ഇളക്കിയെടുത്ത കാര്യങ്ങൾ നമുക്ക് വീണ്ടും കാണാം അതിനെക്കുറിച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാഡ് ഫ്ലവർ എന്നുള്ള പ്ലാന്റ് നമ്മൾ ആദ്യം കാണിച്ചു. അപ്പോൾ ബാഡ് ഫ്ലവർ എന്നുള്ള പ്ലാന്റ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ ഇനി കുറച്ച് അപ്ഡേറ്റ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ക്ലിയർ ഒക്കെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സെയിലിന് ഇടുന്നതായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളത് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫ്ലവറൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഒരു പ്രത്യേക തരത്തിലുള്ള ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുന്നവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റാണ്. നല്ല ഫ്ലവറും ഉണ്ട്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. സാധാരണ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിൽ ഫ്ലവറിംഗ് ഉള്ള പ്ലാന്റ്സ് കുറവാണ് കൂടുതലും. പക്ഷേ ഈ ഒരു പ്ലാന്റിന് നല്ല ഫ്ലവറിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല അട്രാക്റ്റീവാണ്. നമ്മുടെ ഗാർഡനൊക്കെ കുറച്ച് ഒരു നല്ല രീതിയിൽ മോടി പിടിപ്പിക്കാൻ പറ്റും. കുറേ ചെടിയുടെ കളക്ഷനൊക്കെ ചെയ്യുന്നവർക്ക് ബാഡ് ഫ്ലവർ എന്നുള്ളൊരു പ്ലാന്റ് നല്ല ഒരു ഇതായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളത് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ഈ പ്ലാന്റ് പരിചയപ്പെടുത്താൻ. അപ്പോൾ പ്ലാന്റ് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു കുറേ ഉണ്ട്. കണ്ട ഇതുമുണ്ട്. ഇതിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇരിപ്പുണ്ടോ? അത് ഏകദേശം കഴിഞ്ഞ ഫ്ലവറാണ്. നമ്മൾ നല്ല ഫ്ലവറാണ് ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിന് കിട്ടിയ പ്ലാന്റിൽ കൊണ്ടുവന്ന ഫ്ലവേഴ്സ് നമ്മൾ എടുത്തതാണ്. കണ്ടോ, ഇതിലൊക്കെ ഒത്തിരി തൈയുണ്ട്. നമുക്കിതിൻ്റെ വേരുമായിട്ട് ചേർന്ന ഭാഗങ്ങളൊക്കെ എടുത്ത് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ബാക്കിയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാക്കി അപ്ഡേറ്റ് ഇതിനെക്കുറിച്ച് വലുതായിട്ട് അറിയില്ല. നമ്മളപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ അപ്ഡേറ്റ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് എന്തായാലും എനിക്ക് ഒരു പുതിയൊരു പ്ലാന്റാണ്. നമ്മൾ പണ്ട് പ്ലാന്റ് ഹണ്ട് വീഡിയോക്ക് പോയിട്ടുള്ള സ്ഥലത്ത് നിന്നതാണ്. പണ്ട് നമ്മളവിടെ പോയപ്പോൾ കണ്ടിട്ടില്ല. ഇന്ന് പുതിയൊരു വെറൈറ്റി ആണെന്നാണ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കൊരു പുതിയ വെറൈറ്റിയാണ് എന്തായാലും. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാൻ. സൈനിങ് ഔട്ട്.